ഈ കയ്യിൽ കിടന്നുരുളുന്ന വെണ്ണക്കുട്ടനാണ് ഇന്നത്തെ താരം. നല്ലൊരു ഹോം മെയ്ഡ് പശുവിനെയ് ഉണ്ടാക്കി നോക്കിയാലോ? ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ കാച്ചി വെച്ച പാല് വൈകിട്ടായപ്പോഴേക്കും നന്നായിട്ട് പാട തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലേക്ക് നമുക്ക് പകർന്നൊഴിക്കാം. റെഫ്രിജറേറ്ററിൽ വെക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പാട നമുക്ക് കുപ്പിയുടെ ടോപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കുപ്പിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാട ടോപ്പിൽ നിന്നും റിമൂവ് ചെയ്യാനും കഴിയും. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ കാച്ചി വെച്ച പാലിൽ നിന്നെടുക്കുന്ന പാടയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാമേ. അപ്പോഴേക്കും അതിൻ്റെ നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് പാട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുപ്പിയുടെ ടോപ്പിൽ തന്നെ നന്നായിട്ട് പാട കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇന്നലെ എടുത്തു വെച്ചതിൻ്റെയാണ് ആദ്യം കിടക്കുന്നത്. അതിനുശേഷം ഇന്ന് കിട്ടിയ പാടയാണ് വീണ്ടും എടുത്ത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് നമുക്ക് എത്ര കാലം വേണേലും വയ്ക്കാം. ഇത് ഞാൻ 1 മാസം മുൻപ് സൂക്ഷിച്ചു വെച്ച പാൽപ്പാടയാണ്, അഥവാ മിൽക്ക് ക്രീം. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. ഫ്രീസറിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. നല്ല ഹാർഡാണ്. ഇനി ഇത് നമുക്കൊന്ന് ഉരുകി കിട്ടണം. ഉരുകി കിട്ടാനായിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉരുകി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടി വരും. ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മണിക്കൂർ ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് അടിക്കാനായിട്ട് കുറച്ച് ഐസ് വാട്ടറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് പുറത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐസ് വാട്ടർ സെറ്റാക്കാം. അപ്പം നമ്മളിത് 2 ബാച്ചായിട്ടാണ് അടിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഹാഫോളം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതാണ് എപ്പോഴും ഉത്തമം. കാരണം നമുക്ക് കുറേശ്ശെയായിട്ട് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് വളരെ പെട്ടെന്ന് തന്നെ ബട്ടർ തെളിഞ്ഞ് കിട്ടുകയുള്ളൂ, അഥവാ വെണ്ണ. അപ്പോൾ നമ്മൾ ഇത് ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അത് തന്നെയല്ല, ഐസ് നമുക്ക് ഒഴിക്കും തോറും ജാർ ഫുള്ളാവുകയും അത് തെറിച്ച് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം അടിച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. വീണ്ടും അടിച്ചതിന് ശേഷം നമുക്കൊരു മയോണൈസിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലേക്ക് പോകും. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് എനിക്കിത് അറിയാത്തത് മൂലം ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് അടിച്ച് അവസാനം എനിക്ക് വെണ്ണ തെളിയാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ടെൻഷനായി പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെണ്ണ തെളിഞ്ഞു വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് വെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഐസ് വാട്ടർ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെണ്ണ നമുക്ക് ഇതിനകത്തെ ജലാംശം മുഴുവൻ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. നന്നായിട്ട് ഫോഴ്സിൽ പ്രസ് ചെയ്തിട്ട് ഇതിനകത്തെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം, അതായത് ജലത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് നമ്മൾ കളയണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് വരും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഓരോരോ ഉരുളകളായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഇത് തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ആ വെണ്ണ നല്ല ഹാർഡായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഉരുക്കാനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉരുക്കാനാണെങ്കിൽ പോലും നമുക്ക് ഒരു സൗകര്യത്തിന് ഈ വെണ്ണ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഞാനാണെങ്കിൽ ഇതിനകത്ത് എന്ന് ഉരുക്കാൻ എടുക്കുമ്പോഴും വെണ്ണ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ 2ാമത്തെ ബാച്ചും കൂടി നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 6 ഉരുളകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ചെറിയ കണ്ടെയ്നറിൽ നമുക്കിതൊരു ഏകദേശം 2 ആഴ്ചയോളമൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അതിലും കൂടുതലും പറ്റും, പക്ഷേ ഒരു ചെറിയ സ്മെല്ല് വരും. അതിലും നല്ലത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 വീക്സിനുള്ളിൽ നമുക്ക് നന്നായിട്ട് ബ്രെഡിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിലോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വെണ്ണ ഉരുക്കാൻ തുടങ്ങാം. പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഉരുണ്ടകളെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ ചിലർ നേരിട്ട് പാടയെടുത്ത് ഉരുക്കാറുണ്ട്, ഈ പ്രോസസ്സുകളിലൊന്നും കൂടെ പോകാതെ തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം, ഒരുപാട് ഗ്യാസും നമുക്ക് നഷ്ടപ്പെടും. അതിലും ഞാൻ നോക്കിയിട്ട് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡ് ഈ ഐസ് ക്യൂബ് ഇട്ട് അടിക്കുന്നത് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഐസ് ക്യൂബ് ഉപയോഗിക്കാതെ ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഏകദേശം ഫുള്ള് പാട ഉരുകി നെയ്യാകാൻ 2 മണിക്കൂറോളം ഗ്യാസ് നഷ്ടം വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം നമുക്കൊരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 10 മിനിറ്റ്
അത്രേ വരികയുള്ളൂ. ഇതാ ഇപ്പോൾ നന്നായിട്ട് പതയൊക്കെ വന്ന് ഈ ഒരു ഫോമിലോട്ട് മാറണം കേട്ടോ. ഒരിക്കലും പത വരുന്ന സമയത്ത് ഈ നെയ്യ് നമ്മൾ ഓഫ് ചെയ്യരുത്. അവസാനം ഈ കക്കൻ എന്ന് പറയുമല്ലോ, അത് ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഈ പത നമ്മൾ അരിച്ചു മാറ്റുമ്പോഴത്തേക്കും അങ്ങ് മാറിക്കോളും. പത ഒരു പ്രശ്നക്കാരനേ അല്ല. അപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുത്തെങ്കിൽ മാത്രമേ അത് ലോങ് ലൈഫ് ഉള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അത് ചീത്തയായി പോകും. ഇനി ഇത് നമുക്കൊരു കുപ്പി കണ്ടെയ്നറിലേക്ക് മാറ്റാം. പ്ലാസ്റ്റിക്കിനെക്കാട്ടി നല്ലത് കുപ്പിയാണ്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ചൂടോടെ അരിക്കാം, പക്ഷേ എൻ്റെ കുപ്പിയെ ഓർത്തും എൻ്റെ അരിപ്പ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഞാൻ തണുത്തതിന് ശേഷമാണ് അരിക്കുന്നത്. അവസാനം എനിക്കിതാണ്ട് ഈ ഒരു ഫോമിലോട്ട് നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.